കലാപബാധിതമായ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സമാധാനത്തിനും സമൃദ്ധിക്കും ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്തു. എക്സ് പോസ്റ്റിലൂടെ ആയിരുന്നു അയൽ രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടക്കാല പ്രധാനമന്ത്രിക്ക് മോദി ആശംസകൾ നേർന്നത്. റഷ്യയ്ക്കെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ സാമ്പത്തിക സ്വാധീനം കുറയ്ക്കുന്നതിനായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50 കുറയ്ക്കുക 100% താരിഫ് ഏർപ്പെടുത്തണമെന്ന് ട്രംപ് നാറ്റോയോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതാണ് മാർഗമെന്ന് ട്രംപ് പറഞ്ഞു. മണിപ്പൂരിലെ വംശീയ കലാപങ്ങൾ പൂർവികരോട് ചെയ്യുന്ന വലിയ അനീതിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ശേഷം ആദ്യമായി മണിപ്പൂരിലെത്തി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ചുരാചൻപൂരിൽ 7200 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട ശേഷമായിരുന്നു മോദിയുടെ പ്രസംഗം. ഇംഫാലിൽ 1200 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രചാരണത്തിന് തമിഴക വെട്ടിക്കഴകം ടിവികെ അധ്യക്ഷൻ വിജയ് തുടക്കമിട്ടു. ഇന്ന് തൃച്ചിയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. വിജയുടെ പാർട്ടി വെറും ആരാധക കൂട്ടമാണ് എന്ന് ഡിഎംകെ നേതാക്കൾ വിമർശിക്കുന്നു. എന്നാൽ പുതിയ പ്രചാരണത്തിന് തിരുമാവളവൻ എംപി അഭിനന്ദനം അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉത്തർപ്രദേശ് മന്ത്രിയും തമ്മിൽ ശക്തമായ വാക്പോർ നടക്കുന്ന വീഡിയോ വൈറൽ. ഉത്തർപ്രദേശ് മന്ത്രിയെ ദിനേശ് പ്രതാപ് സിംഗ് കയർത്ത് സംസാരിക്കുന്നതും രാഹുൽ ഗാന്ധി മറുപടി പറയുന്നതുമാണ് വീഡിയോയിലുള്ള. യോഗത്തിലെ അധ്യക്ഷനായിരുന്നു രാഹുൽ ഗാന്ധി. ഇത് വകവെക്കാതെ മന്ത്രി പെരുമാറിയതാണ് രംഗം വഷളാക്കിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ജീവിക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മയാണ് മലയാളികൾക്ക് ശ്രുതി എന്ന 23-കാരൻ. ഒരു രാത്രി കൊണ്ട് കുടുംബവും സർവ്വവും മണ്ണെടുത്തു പോയ പെൺകുട്ടി. അന്ന് അവൾക്ക് താങ്ങായി നിന്ന ജെൻസനെ പിന്നീട് മറ്റൊരു അപകടവും എന്നേക്കുമായി പറിച്ചെടുത്തു കൊണ്ടുപോയി. എന്നിട്ടും ജീവിതത്തോട് പൊരുതി ജീവിക്കുകയാണ് ശ്രുതി. സൈബർ ആക്രമണങ്ങളിൽ പരാതിയുമായി നടി റിനി ആനി ജോർജ്. രാഹുൽ ഈശ്വരനും ഷാജൻ സ്കറിയക്കുമെതിരെയാണ് റിനി പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഡിജിപിക്കുമാണ് റിനി ആനി ജോർജ് പരാതി നൽകിയത്. യുവ നേതാവിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് നേരത്തെ റിനി ആനി ജോർജ് രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ ജനപ്രിയ നിയമങ്ങളുമായി സംസ്ഥാന സർക്കാർ. വായ്പ മുടങ്ങിയതിന്റെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാനുള്ള ബിൽ, അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബിൽ എന്നിവയാണ് മന്ത്രിസഭ പാസാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായി നടപടിയെടുത്ത കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനെതിരെ ശക്തമായ സൈബർ ആക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും രൂക്ഷമായ ആക്രമണവും അധിക്ഷേപവും നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. ഇതോടെ വി ഡി സതീശനെ പിന്തുണച്ചും നിരവധി ആളുകളും മുന്നോട്ട് വരുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം ഇതുവരെയുള്ള എല്ലാ സീസണുകളിലും വലിയ വിമർശനം നേരിട്ടിരുന്നത് അവതാരകനായ നടൻ മോഹൻലാൽ ആയിരുന്നു. എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും മോഹൻലാൽ മത്സരാർത്ഥികളോട് വളരെ സൗമ്യമായി മാത്രമാണ് ഇടപെടുന്നത് എന്നാണ് ഫാൻസിന്റെ പരാതി. ബിഗ് ബോസ് ഹിന്ദി അവതാരകനായ സൽമാൻ ഖാനെ കണ്ട് പഠിക്കണം മോഹൻലാൽ എന്നായിരുന്നു സ്ഥിരം പല്ല്.